ഞാൻ ആണാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചെടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. ഈ 3 ദിവസം ഹർത്താലിൻ്റെ തലേദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആരും റൂമാണോ ലോഡ്ജായിരുന്നു അത്? ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാൻ പറയിപ്പിക്കും. നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ഓനിക്കെങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓൻ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയ ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ആരും ഇല്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങി എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിൻ്റെ പുതിയ നമ്പറാ? ഓലെ വൈഫിനെ അറിയാം നമ്പർ? ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ് ഒരിക്കൽ കൂടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിഹിതം പൊക്കിയ കഥയുമായിട്ടാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ അങ്ങനെ ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് 2 കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീയെയാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ എന്തോ പുള്ളിക്കാരി ആരോടോ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് അതിലെന്തോ പ്രശ്നങ്ങളായി കഴിഞ്ഞ് വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ പാവം നോക്കി ഈ പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചതൊന്നുമല്ല, അല്ലാതെ ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ഗൾഫിൽ പോയി അങ്ങനെ ഈ കുട്ടികൾക്കും ഇവക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി ആണ് പോയത്. അപ്പോൾ ആ സമയം നോക്കി പുള്ളിക്കാരി അവിഹിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് അങ്ങ് കറങ്ങി നടക്കുകയാണ്. അതും എന്തിനു വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്, കൂട്ടത്തിൽ കറങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. ഇങ്ങനെയും ഉണ്ടാവുമോ സ്ത്രീകളെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ കഥകൾ നിങ്ങളിതാ ഇപ്പോൾ കേട്ടതുപോലെ കയ്യോടെ പൊക്കിയതാണ് കേട്ടോ. കുറേ വീഡിയോ കോൾ വഴിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കൈയോടെ പൊക്കിയെടുത്തതാണ് പുള്ളിക്കാരിയെ. ഇപ്പോൾ പുള്ളിക്കാരി ശരിക്കും പെട്ടിരിക്കുകയാണ്. 2-3 പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോസ് ഫുള്ളായിട്ട് ഞാൻ കേട്ടപ്പോൾ. എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്കും അത് തന്നെയായിരിക്കും അഭിപ്രായമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവരാരും ഈ ഒരു അവിഹിതത്തിന് കൂട്ടു നിൽക്കുന്നവരാരും അല്ല എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച. കഴിഞ്ഞ ദിവസം ശകനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് വീഡിയോസ് ഇട്ടതേ ഉള്ളൂ. അതിനു മുമ്പ് അവളുടെ അടുത്തൊരു കൂട്ടുകാരിയെ പോലെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഒരേ ഗ്യാങ്ങിൽ പെടുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും. അപ്പോൾ എന്തായാലും അടുത്ത് എന്താണ് ഈ ഒരു എന്താ പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നിങ്ങൾ തന്നെ ആ പേരൊക്കെ പിടിക്കുക. അപ്പോൾ ഇവർക്കുള്ള പേര് ഞാനായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു
പേര് ആ ഒരു ഹസ്ബൻഡിനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് പറയേണ്ട കാര്യമില്ല, അവരുടെ ജീവിതമൊക്കെ അല്ലേ, അങ്ങനെ അടിച്ചു പൊളിച്ച് പോട്ടെ. എന്തായാലും ഇപ്പോൾ ആ ഷഹനയുടെ ജീവിതം പോലെ തന്നെയാണ്. കൊണ്ട് കറങ്ങിയ പുള്ളിക്കാരനോട് അവൾക്ക് പോകണ്ട കേട്ടോ. അതേപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരനും വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവൻ്റെ കൊണ്ട് കറങ്ങിയവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവൾക്കും അത്ര താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവൻ്റെ കൂടെ. അവൻ്റെ ആ ഒരു സ്വഭാവം അവൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് അവൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇനി അവനെയും വേണ്ട ഈ ഭർത്താവിനെയും വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട, ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നു തുടങ്ങി? ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40,000-43,000 റുപ്യ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച് പറയടി. ഇതുപോലെ കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടിയത് അങ്ങനെ അല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ് ഓർ നോ? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിൽ ഓടിച്ചു? ഓൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിൽ ഓടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് എനിക്ക് കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കാം. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമോ? പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മൾ പറയണത് ബെഡിന്ന്. ഇത് പറയേ. ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്കും എൻ്റെ അമ്മക്കും എൻ്റെ കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ. വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്?
സത്യം പറയാം, അപ്പം നോക്കും. പറയും രണ്ടും അതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതലില്ല. ഫസ്റ്റിൽ പൈസ നീ തോന്നി എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും, ജി പേ ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചനാ? ഉറപ്പ് അയച്ചിട്ടില്ല. ഇടയ്ക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500,000 വാങ്ങും, തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്, ഉണ്ടാവോ? പറയും. തുറക്ക്, ഓഫായല്ല, നമുക്ക് ഓണാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അവരുടെ സംസാരമൊക്കെ. ഇത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവർ ലൈവായിട്ട് വന്നതും അവളെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതുമാണ്. സംഭവം കുറച്ചുകൂടെ വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ അവർ മുക്കി. അപ്പോൾ ബാക്കി ഇത്രയും ഈ 2 വീഡിയോസാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഭർത്താവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എനിക്ക് കണ്ടിട്ട് തോന്നിയത് നല്ലൊരു ഭർത്താവാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്, കൊല്ലുമായിരുന്നു. അത് തന്നെയാണ് ചെയ്യുമായിരുന്നു. കാരണം ഇത്രയും അവിഹിതമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചവളെ കയ്യോടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അറിയാതെ വന്ന് അവളെ കയ്യോടെ പൊക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഭർത്താവ് തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നുണ്ടല്ലോ, 2 കുട്ടികളുള്ള ഒരു സ്ത്രീയെയാണ് കല്യാണം കഴിക്കാതെ ഇരുന്നിട്ട് അവൻ സ്വീകരിച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ അവരെ വളർത്തിയണം എന്നുള്ള നിലയിലാണ് അവരെ ജീവിതം നല്ല രീതിയിലാക്കണം എന്നുള്ള നിലയ്ക്കാണ് ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിക്കുന്നത്. അവിടെ ഇവൾ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക കേട്ടോ. എനിക്ക് ഇവളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവളുടെ ഒരു സൂക്കേടെന്ന് പറയുന്നത് അവൾ പറയുന്നത് പോലെ ആ ഒരു സെക്സുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ എന്തുവാ കറങ്ങുക, കുറച്ച് ചിരിക്കുക, കളിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് ഇവളൊരു ജീവിതമായിട്ട് കാര്യത്തിൽ വെച്ചേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതേപോലെ 1 2 പേര് കാരണമാണ് മറ്റുള്ളവർക്കും കൂടെ ചീത്തപ്പേര് കിട്ടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഹസ്ബൻഡായിട്ട് ഇരുന്നിട്ട് അവളുടെ ആദ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ ഒരു പുരുഷൻ സ്വീകരിച്ചു. അപ്പോൾ അവൾ വിചാരിക്കണം, ഇനി എൻ്റെ ജീവിതം ഞാൻ തന്നെ സേഫ്റ്റി ആക്കണം എന്നുള്ള രീതിയിൽ അവൾ വിചാരിക്കണമായിരുന്നു. അത് അവൾ വിചാരിച്ചില്ല. അത് അവിടെയാണ് അവൾക്ക് തെറ്റുപറ്റിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇനി അവൾ എന്തായാലും ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഇനി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയാണ് അവൾ ഇങ്ങനെ തന്നെയായിരിക്കും ഇനിയുള്ള കാലം. എത്ര നാറ്റിച്ചാലും അവൾ ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ പലരും പല രീതിയിൽ വന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നുണ്ട്, എന്തുകൊണ്ട് അവനെ കാണിക്കുന്നില്ല, അവളെ മാത്രം കാണിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവളല്ലേ തെറ്റുകാരി, അപ്പോൾ അവളുടെ മുഖമല്ലേ സമൂഹം കാണേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളോട്. ഈ മെസ്സേജ് ഇട്ട കുറച്ച് പേരോടാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് ഇട്ട കുറേ പേരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരൻ എന്തിനാ ആ പുള്ളിക്കാരൻ്റെ മുഖം കാണിക്കണം? ആ പുള്ളിക്കാരനാണോ തെറ്റ് ചെയ്ത്? അയാൾക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലേ? അവർ ആ ഒരു പുള്ളിക്കാരന് ഇനിയൊരു ലൈഫുണ്ട്. അവളുടെ ലൈഫ് പോയി, ഇതോടെ പോയി. അതുകൊണ്ട് ഇനി എവിടെ പോയിരുന്നാലും അത് 10 പേര് അറിയുക, ഈ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ അറിയുക ഇതൊരു ഫ്രോഡാണ് എന്നുള്ള നിലയ്ക്ക് അറിയണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പുള്ളിക്കാരനിട്ടത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകൾ മറ്റ് പല പുരുഷന്മാരെയും ഇനിയും വഞ്ചിക്കും സാധ്യത കൂടുതലാണ്. കാരണം നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമിലിയിലെ ഓരോ ഹസ്ബൻഡുകളെയും ഇതേപോലെ ചക്കരവാക്കും അടയാളും ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു മയക്കത്തിലാക്കി അവളുടേതായിട്ടുള്ള കൺട്രോളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പെണ്ണാണെന്നുള്ളത് അവൾ തന്നെ പറയുകയാണ്. എനിക്ക് ചിരിയും കളിയും യാത്രകളും ആയിരുന്നു കൂടുതൽ താല്പര്യം, സെക്സ് മാത്രമല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവളെ സൂക്ഷിക്കണം. അപ്പോൾ അയാൾ ഇവളുടെ ഫേസ് കാണിച്ച് അവളുടെ കാര്യങ്ങൾ ഇട്ടതിൽ യാതൊരു വിധ തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആ സ്ത്രീയെ ഇതുപോലെ ചെയ്തത്, ആ ഒരു പുരുഷൻ ഇതുപോലെ ആ സ്ത്രീയെ പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് നാറ്റിച്ചത് നല്ല കാര്യം തന്നെ എന്ന് തന്നെയാണ് പറയുന്നത്.
പറയുകയാണ് ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് സെക്സ് മാത്രമല്ല, ഒരു കുടുംബ ജീവിതം എന്നുള്ളത് അതിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സെക്സും ഈ കറങ്ങലും പുറത്തുള്ള യാത്രകളും ചിരിയും ഒന്നും അല്ല ജീവിതം. അല്ലാതെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വീടുണ്ട്, 2 കുട്ടികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ലോകമുണ്ട്. അതൊക്കെ അറിയണം. അപ്പോൾ ഇവരെ പോലെയുള്ള സ്ത്രീകൾ കേട്ടോ, ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ലോകത്തേക്ക് കൊണ്ട് വിട്ട ആളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. കാരണം അത്രമാത്രം അയാൾ വേദനിച്ചിട്ടുണ്ടാവും. അയാൾ തന്നെ പറയുന്നുണ്ട്, ഇവളെ സംശയകരമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീഡിയോ കോൾ വിളിക്കുമ്പോഴും ഈ പുള്ളിക്കാരൻ അടുത്തുണ്ടെന്ന് ആ പുള്ളിക്കാരനെ അറിയാം. എന്നിട്ടും ആ ഒരു ജോലി തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ട് അയാൾ ആ ഒരു കീപ്പ് ചെയ്തു, ഒരു ദേഷ്യവും ഭാവമൊക്കെ. എന്നാലും 1-2 തെറിയൊക്കെ വിളിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സംശയങ്ങൾ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും, വീഡിയോ പുതിയതായിട്ടാണ് ചാനൽ കാണുന്നവരാണ് ഈ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.